കാസർഗോഡ് ഷിറിയയിൽ കനത്ത മഴയിൽ വീട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഷിറിയ സ്വദേശിയായിട്ടുള്ള ഭാഗ്യരഥിയുടെ വീടാണ് തകർന്നത്. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇന്നലെ, അതായത് വീട് ഇന്നല്ല കേട്ടോ തകർന്നത്, ഇന്നലെയാണ് തകർന്നത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ഇന്നലെ മഴയിൽ വീട് തകർന്നിട്ടും ഇന്നേരം വരെ എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ട ആളുകളൊന്നും തിരിഞ്ഞു നോക്കാത്തത്? ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ്? എന്താണ് അവിടെ അവരുടെ പരാതി? എന്താണ്? അതുതന്നെയാണ് അക്ഷയ, നമ്മൾക്ക് കാണാം, ഈ വീട് കാണാം. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഷിറിയ സ്വദേശിയായ ഭാഗീരഥി അമ്മയുടെ വീട് തകർന്നത്. ഇത് ഷിറിയയിലെ ഒരു ഉന്നതിയാണ്. ഇവിടെ നമുക്ക് കാണാം വീടിൻ്റെ മുഴുവൻ ഭാഗങ്ങളും തകർന്ന അവസ്ഥ നമുക്ക് കാണാം. വീടിൻ്റെ ചുമരുകൾ ഇപ്പോൾ അപകടാവസ്ഥയിലാണ്. മുകൾ ഭാഗം പരിപൂർണമായി തകർന്നിരിക്കുന്നു. ഓട് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അതിന് തൊട്ട് താഴെയുള്ള സീലിംഗ് അടക്കം പരിപൂർണമായി അടർന്നു വീഴുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഈ വീടിനകത്ത് ആർക്കും താമസിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകുന്നു. ഈ അപകടം നടക്കുന്ന സമയത്ത് ഭാഗീരഥി അമ്മയും മകനും മരുമകളും 5 വയസ്സുള്ള പേരക്കുട്ടിയുമായിരുന്നു വീടിനകത്തുണ്ടായിരുന്നത്. അതിൽ ഭാഗീരഥി അമ്മയ്ക്ക് ഭാഗികമായി കാഴ്ച പരിമിതി കൂടിയുള്ള ഒരാളാണ്. അപ്പോൾ അവർ അത്ഭുതകരമായി തന്നെയാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എന്നാൽ മകനും മരുമകൾക്കുമൊക്കെ തന്നെ കൈക്കും കാലിനും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടിയെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു ബന്ധുവീട്ടിലേക്കാണ് ഇപ്പോൾ താമസം മാറ്റിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും ഖേദകരമായ ഒരു കാര്യം എന്നത് അധികൃതർ ആരും ഇതുവരെയും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ്. വില്ലേജ് ഓഫീസിൽ നിന്നും മംഗൽപാടി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്നും കിട്ടുന്ന മറുപടി എന്നത് തങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ വാഹനമില്ല എന്നുള്ള ഏറെ തീർത്തും ഉദാസീനമായ ഒരു മറുപടിയാണ്. ഇപ്പോൾ ഭാഗീരഥി അമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമ്മ, എന്താ സംഭവിച്ചത് ഇന്നലെ ഞങ്ങൾ ഉള്ളിലുണ്ടായി. അത്ര നമുക്ക് പെട്ടപ്പെട്ടാന്ന് ശബ്ദമൊക്കെ ഇട്ടിട്ട് നമുക്ക് എൻ്റെ അമ്മ പാഞ്ഞുകൊണ്ട് വന്നിട്ട് വീടെല്ലാം വീണു. എൻ്റെ മേൽക്ക് മാത്രമേ വീണിട്ടില്ല, എൻ്റെ മേൽക്ക് വീണിട്ടില്ല. ഇങ്ങനെ വീണിട്ടില്ല മേൽക്ക്. ഒരു മോനോ പിന്നെ മരുവുള്ളൂ, പിന്നെ കുഞ്ഞ് ഉണ്ടായിരുന്നു. കുഞ്ഞിക്ക് പരിക്കുണ്ടോ? കുഞ്ഞിക്ക് ഇല്ല, അത് വാങ്ങിയിട്ട് പുറത്തേക്ക് എത്തിന്. മോനും മരുമകൾക്കും പരിക്കുണ്ട്. എനക്ക് വീണിട്ടില്ല, ഞാൻ ഉള്ളിലുണ്ട്. ആർക്കേ വീണത് ഇത് വീടല്ല. അതുതന്നെയാണ് അക്ഷയ, നമുക്ക് കാണാം. അമ്മയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും വയോധികയായ ഒരാളാണ്, ശാരീരിക പ്രശ്നങ്ങളുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവർ വാഹനമില്ലാതെ അങ്ങോട്ടേക്ക് എത്താനാകുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒഴിയാൻ സാധിക്കുന്നു. അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ എവിടെയാണ്? അത്രമാത്രം ഉള്ളിലേക്കുള്ള സ്ഥലമാണ്. ഒരു പഞ്ചായത്തിന് വാഹനം ഇല്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇവർ പറയുന്ന ന്യായീകരണങ്ങൾ? അക്ഷയ, ഒരിക്കലും അത്തരത്തിലുള്ള ന്യായീകരണങ്ങളൊന്നും തന്നെ ഇവിടെ നിലനിൽക്കുന്നില്ല. ദേശീയപാതയിൽ നിന്ന് കേവലം 5-10 മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് എത്താൻ വില്ലേജ് ഓഫീസർക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധികൃതർക്കും എത്താൻ വീടില്ല എന്നാണ് പറയുന്നത്. 2003 പ്രത്യേക പദ്ധതി പ്രകാരമാണ് ഈ കുടുംബത്തിന് വീട് ലഭിക്കുന്നത്. ഇപ്പോൾ മകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇതുവരെയും ആരും വന്നിട്ടില്ല? ആരും വന്നിട്ടില്ല. മെമ്പർ വന്നിന്, പിന്നെ വില്ലേജിന് ആരും വന്നിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റാരും വന്നില്ല? ഇല്ല, ആരും വന്നിട്ടില്ല. അവരെന്താ പറയുന്നത്? വരാതിരിക്കാനുള്ള കാരണം എന്താ പറയുന്നത്? മറ്റേ വില്ലേജ് ഓഫീസർ പറഞ്ഞ് നമുക്ക് മഴ കൊണ്ട് വണ്ടിയില്ല ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പൊ അവരോട് സംസാരിച്ചു, എന്താ വരാത്തത് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞവർ ഇങ്ങോട്ട് ഫോട്ടോ കാണിച്ചാൽ മതി, ഫോട്ടോ ഞമ്മക്ക് കൊടുത്തോ മതി, ഫോട്ടോ ഉണ്ടാ എടുത്തത്. ഫോട്ടോയും വീഡിയോയും കാണിച്ചാൽ മതി. ഞാൻ കാസർഗോഡ് നിന്ന് വന്നിട്ട് ഞങ്ങൾ ദളിത് പ്രവർത്തകനാണ്. ഞാൻ ദളിത് അസിസ്റ്റാണ്. എനിക്ക് ക്യാൻസറാണ്. ഞാൻ അന്ന് വന്ന് ഇവിടെ വില്ലേജ് ഓഫീസിൽ പോയി. വില്ലേജ് ഓഫീസർ ഞങ്ങളത് ഫോട്ടോ എടുത്ത് വന്നതാണ്. ഫോട്ടോത്തിൽ കൂടി മാത്രം മതി റിപ്പോർട്ട് ചെയ്തത്. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയി. പഞ്ചായത്തിലവിടെ കമ്പ്യൂട്ടറിൽ റിപ്പോർട്ട് എത്തിയില്ല. ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ ദളിത് സമൂഹത്തോട് കാട്ടുന്ന ഏറ്റവും വലിയ അവഗണനയാണ്. അതുമാത്രമല്ല, ULC ഇവിടെ ഒരു റോഡ് ചെയ്തിട്ടുണ്ട്. അവർ കണ്ണു കാണാത്ത അമ്മയും പ്രായമായ ആൾക്കാർ ഹോസ്പിറ്റലിൽ പോലും ഇവിടെ പറ്റത്തില്ല. പക്ഷേ പഞ്ചായത്ത് മെമ്പർ കൂടി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേണ്ടിയ സംഗതിയെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ വില്ലേജിക്കെല്ലാം വിളിച്ച് വില്ലേജ് പറഞ്ഞ് നമ്മളിപ്പോൾ വാണില്ല, ഞങ്ങൾ വന്നിട്ട് പിന്നെ എസ്റ്റിമേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് എയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ എന്ത് നഷ്ടം സംഭവിക്കുന്നതിൽ ഞങ്ങൾ കണക്കാക്കിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മളിപ്പോൾ ഗ്രാമസഭയിലൊക്കെ കഴിഞ്ഞത്. അപ്പോൾ വീട് മാട് റിപ്പയറിങ്ങിൻ്റെ ഒരു ഫണ്ടെല്ലാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സംഭവിക്കാൻ വേണ്ടി കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ ആ ഫോം അപ്ലൈ ആക്കിയിട്ട് മേങ്ങിയിട്ട് അത് സബ്മിറ്റ് ആക്കിയിട്ടുണ്ട് പഞ്ചായത്തിൽ. അതിൻ്റെ വർക്ക് ഒരു മാസം 1.5 മാസം നോക്കുന്നില്ല എന്നുള്ളതാണ് ആ കുടുംബം ഉയർത്തുന്ന പരാതി എന്ന് പറയുന്നത്.